നമസ്കാരം. ലൈക്ക് എന്നോട് കുറച്ച് പേര് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്, ഹൗ വുഡ് വി ഇൻവെസ്റ്റ് ഇൻ ദി ഇൻ്റർനാഷണൽ മാർക്കറ്റ്സ്. ഇൻ്റർനാഷണൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പല വഴികളുണ്ട്. ഇന്ത്യയിൽ മൾട്ടിപ്പിൾ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ് വിച്ച് ആക്ച്വലി ഇൻവെസ്റ്റ് ഇൻ ദ US മാർക്കറ്റ്. ഇതിൽ കുറേ എണ്ണത്തിൻ്റെ RBI നിശ്ചിത ലിമിറ്റ് കഴിഞ്ഞുകൊണ്ട് അവർ ഫണ്ട് ഇപ്പോൾ ടേക്ക് ചെയ്യാതിരിക്കുന്നുണ്ട്. പക്ഷേ ടേക്ക് ചെയ്യുന്ന ഫണ്ടുകൾ അതിലൊരു ബെസ്റ്റ് വൺ എഡിൽവൈസിൻ്റെ ഇൻ്റർനാഷണൽ ഇക്വിറ്റി ഫണ്ടാണ്. അത് കഴിഞ്ഞ് വേറൊരു വഴിയുള്ളത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ആണ്. ഒരു ബെറ്റർ ഫണ്ട് എനിക്കറിയാവുന്നത് MON 100 എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ETFs ഡിമാറ്റ് അക്കൗണ്ടിൽ മേടിക്കാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ ഇൻമണി ആപ്പാണ്. ആക്ച്വലി ഇൻമണി അല്ല, പല ടൈപ്പ് ആപ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻമണിയാണ്. അതായത് വലിയ ബ്രോക്കറേജ് ഫീസൊന്നും അതിലെനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ചെറിയൊരു പെർസെൻറ്റേജ് കട്ട് കഴിയുക, ബാക്കിയെല്ലാം അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. വിഡ്രോവൽ പ്രോസസ്സും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സും വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്കൊരു 6 months ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അതിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. യെസ്. അപ്പോൾ US മാർക്കറ്റിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രാക്ഷണലി പോലും സ്റ്റോക്ക് മേടിക്കാം. നമുക്ക് ഗൂഗിളിൻ്റെ ആണെങ്കിൽ ഒരു സ്റ്റോക്ക് എന്നല്ല, വേണമെങ്കിൽ 0.5% സ്റ്റോക്ക് വേണമെങ്കിൽ നമുക്ക് മേടിക്കാൻ കഴിയും. ഇന്ത്യയിൽ അങ്ങനെ ഓപ്ഷൻ ഇല്ല. നമുക്ക് US നമുക്ക് ഫ്രാക്ഷണലായിട്ട് സ്റ്റോക്ക് മേടിക്കും. ഞാൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഇൻഡെക്സ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ് ഫോളോ ചെയ്യുന്ന US ലൈക്ക് വാൻഗാർഡിൻ്റെ ടെക്നോളജിക്കൽ ETF ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് പറയാനായിരുന്നു. താങ്ക്സ്.